ഞാൻ നേരത്തെ വെള്ളാപ്പള്ളിയെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നാണ് അത് രാവിലെ അത് പബ്ലിഷ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞല്ലോ, ഈ പെന്തക്കോസ്തുകാർ പണം കൊടുത്തിട്ടാണ്, പണവും കഞ്ഞിയും ഒക്കെ കൊടുത്തിട്ടാണ് അവർ മതപരിവർത്തനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു അന്വേഷണം നടത്തി. ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അകത്ത് ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഈ പണം കൊടുത്താണോ ഈ പെന്തക്കോസ്തുകാർ മതപരിവർത്തനം നടത്തുന്നത്? അറിയാൻ സാധിച്ചത്, നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയുടെ സഹോദരി കുടുംബമായിട്ട്, അറിയാമല്ലോ എത്ര പേര് കാണും, വലിയൊരു കുടുംബം, അവർ പെന്തക്കോസ്ത് സഭയില്ല. അപ്പൊ ഇവർക്കൊക്കെ പണം കൊടുത്തിട്ടാണോ അവർ പെന്തക്കോസ്ത് സഭയിൽ പോയത്? പിന്നെ കുറച്ചും കൂടെ അകത്തോട്ട് കയറി മനസ്സിലാക്കി, വെള്ളാപ്പള്ളി നടേശന്റെ ഫസ്റ്റ് കസിൻ, സെക്കൻഡ് കസിൻ എന്നൊക്കെ പറയുന്നത് 18ഓളം പേര് പെന്തക്കോസ്തുകാരെ. ഇവരൊക്കെ പണം കൊടുത്തിട്ടാണോ പോയത്? ഇവരൊക്കെ ദരിദ്രമുള്ളവരാണോ? അതാ പറയുക, പുള്ളി ചുമ്മാ വെറുതെ വിടുവാത്തരം പറഞ്ഞു കൂട്ടുകയാണ്. വെറുതെ ഒരു സംഭവം എടുത്തിട്ടു. ഇതിനെപ്പറ്റി അന്വേഷണം ഞാൻ വീണ്ടും നടത്തി. കടിച്ചുകുളങ്കരയുള്ള അവിടെ ഭൂരിഭാഗം നിങ്ങൾക്കറിയാം ഈഴവ കമ്മ്യൂണിറ്റി ഉള്ളവരാണ്. വെള്ളാപ്പള്ളി അയൽവാസികളും അവിടെയുള്ള സംഭവങ്ങളും ബന്ധുക്കളും അകന്ന ബന്ധുക്കളും. ഇവരേറ്റവും കൂടുതൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോകുന്ന സ്ഥലം എവിടാ നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോണം. ഈ നമ്മുടെ ഈ കൃപാസന അച്ഛൻ്റെ അടുത്ത്. അപ്പൊ ഇവരെല്ലാം ഈ കൃപാസന അച്ഛനെ, ഞാൻ ഈ കൃപാസന അച്ഛനെ ഞാൻ പിന്തുണയ്ക്കുന്ന ആളല്ല. കാരണം അച്ഛൻ പറയുന്ന ഇതിന്റെ പേപ്പറിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൃപാസനം വലുതാണ്. കാരണം ഇങ്ങനെയുള്ള സൂപ്പർട്ടീഷ്യസ് ആയിട്ടുള്ള കാര്യത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ല. സോ ഐ ബിലീവ് ഇൻ ഗോഡ്. അന്ധവിശ്വാസവും പരിപാടിയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം എൻ്റെ ചോദ്യം, ഈ കൃപാസനം അച്ഛൻ ഈ പറയുന്ന അവിടെയുള്ള ഈഴവ കമ്മ്യൂണിറ്റിയുള്ള കുറേ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഭാഗത്തുള്ള ഈഴവ കമ്മ്യൂണിറ്റി അവർ മിഡിൽ ക്ലാസ് ആണ്. അവർ ബിലോ മിഡിൽ ക്ലാസ് അല്ല. അവിടുത്തെ ആ കണിച്ചുകുളങ്കര ആ ഭാഗത്തുള്ള, കാരണം അവർ ബിസിനസ്സുകാരും ജോലിക്കാരും എഡ്യൂക്കേറ്റഡ് ക്ലാസ്. ഇവരെല്ലാം 500 2000 രൂപയ്ക്ക് കഞ്ഞി മേടിക്ക് കുടിക്കാനും ഒക്കെ ആയിട്ട് മതം മാറിയതാണോ? ഇവരെല്ലാം ഫസ്റ്റ് ജനറേഷൻ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. ഞാൻ വാക്ക് ഉപയോഗിച്ചില്ലയോ? അതാണ് കൂടുതലും. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ കേരള റിവൈവല് പെന്തക്കോസ്റ്റിന്റെ ആ സംഭവത്തെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പല ആൾക്കാർ അതിൻ്റെ താഴെ നേരത്തെ വീഡിയോയിൽ കമന്റ് ചെയ്തിരുന്നു. ഞാനിത് പറയും, ഞാൻ കേരളത്തിൻ്റെ സോഷ്യോളജി, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ സോഷ്യോളജി ഒരു ഇന്റർനാഷണൽ ടീമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഞാൻ റിസർച്ച് ചെയ്തതാ. അപ്പോൾ അതിനകത്ത് ഞാൻ ഈ കേരള റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ തന്നെ മേടിച്ചു പോയി. അതായത് കേരളത്തിലും ഞാൻ ഈ പറയുന്ന 20% ചുമ്മാ പറഞ്ഞ് അതിനൊക്കെ മുകളിലാണ്. അതായത് കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റിക്കകത്ത് അതിഭയങ്കരമായിട്ടാണ് ക്രിസ്ത്യാനിറ്റി, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റസ് ഈ സംഭവം പെനട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ പുതിയതായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരും, അതായത് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും, ആ സംഭവം അവർക്കകത്ത് അതിഭയങ്കരമായിട്ടാണ് ഈ പെന്തക്കോസ്റ്റ് സംഭവം പെനട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഭയങ്കര വിസിബിൾ ആകാൻ പോവുക കുറച്ചുകൂടെ കഴിയുമ്പോൾ. പിന്നെ ഞാൻ അടുത്തൊരു കണക്ക് പറയാം. നിങ്ങളുടെയൊക്കെ ധാരണ കാണും, കേരളത്തിൽ ഈ ന്യൂ ജനറേഷൻ ചർച്ച്, ഞാൻ ഈ പറയുന്ന IPC, അസംബ്ലീസ് ഓഫ് ഗോഡും ഈ ചർച്ച് ഓഫ് ഗോഡും ഇതൊന്നുമല്ല പറയുന്നത്, ന്യൂ ജനറേഷൻ ചർച്ച്. നമ്മുടെ ഈ തങ്കു ബ്രദർ, അതേപോലെ തന്നെ ഡാമിയൻ, കൊച്ചിയിലെ ഡാമിയൻ, അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരു തരൂർ അയാള്, അങ്ങനെ പല ഭാഗത്ത് ഇവിടെയൊക്കെ ഇതേപോലെ ന്യൂ ജനറേഷൻ ചർച്ച് എത്ര എണ്ണം ഉണ്ടെന്നാണ് എന്നെ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാരുടെ, കേരളത്തിലെ BJP-ക്കാരുടെയും കേരളത്തിലെ മുസ്ലിം വിശ്വാസികളുടെ ഒക്കെ കണക്കെത്ര? നിങ്ങളുടെ ഉദ്ദേശം എത്ര കാണും ഈ ന്യൂ ജനറേഷൻ ചർച്ച്? ഇത് ഏകദേശം 3500-4000 ഉണ്ട്. ഇതിനെങ്ങനെ പ്രത്യേകിച്ച് വലിയ പള്ളിയൊന്നും വേണ്ട, ചെറിയ ആൾക്കാർ കൂട്ടമായിട്ട് വീടുകളിൽ കൂടുന്നു, അല്ലെ ചെറിയൊരു ഹാളിൽ കൂടുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട, പണ്ടത്തെ പെന്തക്കോസ്ത് ഭയങ്കര ശബ്ദവും പാട്ടും അതൊക്കെ അവർ കുറച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സൗണ്ട് പ്രൂഫ് ആക്കി. അതുകൊണ്ട് എനിക്ക് ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ചർച്ചിന്റെ വർഷിപ്പ് എന്ന് പറയുന്നത് ഓരോ ആഴ്ചയിലും കൂടുന്നത്,
അതായത് ഈ വർഷിപ്പിന് എൻ്റെ വർഷിപ്പ് എന്നാ പറയുന്നത്, മറ്റുള്ള സഭകൾ പറയുന്ന കുർബാന എന്ന് പറയും, ഇതിന് വർഷിപ്പ് എന്നാ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ നിങ്ങൾക്കറിയാം, ഈ ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിലും ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിലും ഇതിനകത്തൊക്കെ വർഷിപ്പേഴ്സ്, അതായത് ഈ പാട്ട് പാടുന്നവർ, ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ചുമ്മാ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാതെ പറയരുത്. ഇപ്പൊ ഇന്ത്യയുടെ പുറത്ത് ബാംഗ്ലൂര്, ചെന്നൈ, ഇങ്ങനെ പല ഭാഗത്തും ഈ കേരളത്തിലുള്ള ഈഴവ കമ്മ്യൂണിറ്റിക്കകത്ത് ന്യൂ ജനറേഷൻ ആണെങ്കിലും മറ്റുള്ള അവരുടെ അതിഭയങ്കരമായിട്ട് ഇത് പെനട്രേറ്റ് ചെയ്തത്. ഇതൊക്കെ വളരെ വിസിബിളായിട്ട് മുമ്പിലുണ്ട്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന അബദ്ധ ജഡിലമാണ് ഈ സംഭവം. ഇവരെല്ലാം ഈ പണം കൊടുത്തിട്ടാണ് ഇവർ പോയേക്കുന്നത്. എത്രയെന്ന് പറഞ്ഞ പണം കൊടുക്കാൻ പറ്റും? ഇതിനകത്ത് ബേസിക്കലി നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം, എന്തുകൊണ്ടാണ് ഈഴവ കമ്മ്യൂണിറ്റിയും ബാക്ക്വേർഡ് ക്ലാസ് ഇത്രമാത്രം ഒരു ഒഴുക്കയറ്റത്തുണ്ടാവുന്നത്? അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യണം. പിന്നെ മറ്റൊരു സംഭവം ഞാൻ പറയുന്നത്, അത് റിയാലിറ്റിയാണ്. അതായത് തുഷാർ വെള്ളാപ്പള്ളി, നമ്മുടെ വെള്ളാപ്പള്ളിയുടെ മകൻ, നിങ്ങൾക്കറിയാവുന്ന കേസാണ്. അദ്ദേഹം ദുബായിൽ അവിടെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ട്രാപ്പിൽ പിടിച്ചോണ്ടെന്ന് പോയി. ആ സമയത്ത് വെള്ളാപ്പള്ളിയുടെ ഭാര്യയാണ്. അദ്ദേഹം സ്ഥിരം പ്രാർത്ഥിക്കാനായിട്ട്, ഞാൻ ആ പാസ്റ്ററിന്റെ പേരൊന്നും പറയുന്നില്ല, അപ്പൊ അവരോട് വരെ ഞാൻ ഇത് കോണ്ടാക്ട് ചെയ്തു. നിങ്ങൾ മനസ്സിലായി എത്രമാത്രം ഞാൻ പെനട്രേറ്റ് ചെയ്തു. ആ പാസ്റ്ററുമായിട്ട് സ്ഥിരം വിളിച്ച് പ്രാർത്ഥനയും പരിപാടിയും ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് റിലീഫ് കിട്ടുന്നത്. കാരണം അവരുടെ സിസ്റ്റർ ഇതിനകത്ത് വിശ്വാസത്തില്ല. അപ്പോഴേ ആ പാസ്റ്ററിന്റെ കൂടെയുള്ള ഒരു പാസ്റ്റർ എന്നോട് പറയുന്നൊരു പോയിന്റ്, അതോടുകൂടി ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. എന്നാണെന്ന് അറിയത്തില്ല, വെള്ളാപ്പള്ളി നടേശൻ ബൈബിളും പിടിച്ച് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂടെ നിൽക്കുന്ന ഒരു സംഭവം അദ്ദേഹം കാണുന്നു. അപ്പൊ ഇതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ മനുഷ്യനുമാ വായിലെ വിടുവാത്രമൊക്കെ പറയാതെ ആ കാര്യമൊക്കെ പഠിക്കുക. എന്താ റീസൺ എന്ന് പഠിക്കുക. എന്തുകൊണ്ടാണ് ആൾക്കാർ പോകുന്നത്? അപ്പം അതിനെപ്പറ്റി സ്റ്റഡി നടത്താം. ഞാൻ ഈ വെള്ളാപ്പള്ളിയോട് ഇത്രയും പറയാനുണ്ടായ കാരണം, അദ്ദേഹം എന്നെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തിട്ട്, അദ്ദേഹം എനിക്ക് ഉച്ചയൂണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, മത്തിക്കറിയൊക്കെ വെച്ചിട്ട് മനോഹരമായ ഊണൊക്കെ തന്ന് ഈ ഈഴവ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നവും ആ സംഭവത്തെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ടല്ല, വേറെ ഞങ്ങളൊന്നും വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കുന്നത്, താങ്കൾ ഈ സമുദായത്തിൻ്റെ ലീഡറായിട്ട് ഇരിക്കുമ്പോൾ ആ സമുദായത്തിന് വേണ്ട കാര്യങ്ങളെപ്പറ്റി കാര്യമായിട്ട് ചിന്തിക്കാം. താങ്കൾക്ക് ഇത്രയും പ്രായമായി, ഇനി എന്താ നീ വൃത്തികെട്ട ഡേറ്റി പൊളിറ്റിക്സ് കളിക്കാൻ പോകുന്നത്? താങ്കൾ ഈ സമുദായത്തിന് അംഗങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം അങ്ങ് തീരുമാനിക്കുക. SNDPയുടെ സ്ഥാപനങ്ങളിൽ അപ്പോയിന്റ് ചെയ്യാൻ പോകുന്ന ആളുകളുടെ നിന്ന് പണം വാങ്ങില്ല. അത് ആർക്കാണ് ഡിസേർവ് ചെയ്യുന്നത് അവർക്ക് അപ്പോയിൻമെന്റ് കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഈ പറയുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു മതിപ്പുണ്ടാകും. താങ്കൾ ഈ SNDPക്കാർ ഈഴവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടുക. ഞാനിത് വെറുതെ പറയുന്നതല്ലേ. കാരണം എല്ലാവർക്കും അറിയാം താങ്കൾ ഒരു വലിയ കള്ളനാണ്. അവിടെ നിൽക്കും ഇവിടെ നിൽക്കും. അൾട്ടിമേറ്റ്ലി താങ്കളുടെ കാര്യം നടക്കണം. പക്കാ കച്ചവടക്കാരന് വന്നാൽ വൃത്തികെട്ടവരാതാ പറയുന്നത് പലരും. താങ്കളുടെ ബന്ധുക്കൾ എന്നോട് പറഞ്ഞു, കണിച്ചുകുളങ്ങനെയുള്ള അയൽവാസികൾ പറഞ്ഞു. കാരണം താങ്കൾക്ക് താങ്കളുടെ കാര്യം മാത്രമേ ഉള്ളൂ. പ്രായമൊക്കെ ഇത്രയായി, അതുകൊണ്ട് ഇനി പോയി ചലഞ്ച് ചെയ്യാനൊന്നും പോകരുത്. ഞാൻ മുട്ടയടി, കാരണം തലയിൽ കൂടെയൊന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ കറപ്പിച്ച് വെച്ചോണ്ടിരിക്കും. അതുകൊണ്ട് മുട്ടയടിക്കുന്നൊന്നും കയറി പറയരുത്. സുരേഷ് ഗോപി ചോദിച്ചാൽ മുട്ടയടിക്കും, മറ്റേ ആൾ ചോദിച്ചാൽ മീശ മേടിക്കും. ഇതൊക്കെ ഒരു തറ വർത്താനമാണ് നടേശൻ ചേട്ടൻ. നിങ്ങൾ ഇരിക്കുന്ന വലിയൊരു പൊസിഷനിലാണ്. അതിൻ്റെ പോലും ആ സ്റ്റാറ്റസ് കോ വളരെ മോശമായിട്ടാണ് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും വിഡ്ഢിത്തരത്തിലും പോകുന്നത്. ഡിജിറ്റൽ ജനറേഷനാണ്. വീട്ടിൽ ഇരുന്ന് ഗുരുനാരായണിയും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. അല്ലെങ്കിൽ ആ പറഞ്ഞ പോലെ പാസ്റ്റർ പറയുന്ന പോലെ സംഭവം ഉണ്ടാകും. അതിൻ്റെ തൊട്ട് പിന്നെ അവർ ബൈബിള് പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ചിലപ്പോൾ ഞാൻ കേൾക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ
വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായി 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.